ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി സ്റ്റഡി വ്ളോഗാണ്. അല്ലെങ്കിൽ ഞാനൊരു സ്റ്റഡി ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിതിൽ മെയിനായിട്ട് എഴുതുന്നത് നോട്ട്സാണ് ട്ടോ. നോട്ട് ടേക്കിംഗ് എന്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ സ്കൂൾ വിട്ടിട്ടൊരു 5 മണിക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 5:45-നൊക്കെയാണ് ഞാൻ ഫ്രഷായിട്ട് ഞാൻ പഠിക്കാൻ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു 5:45 6 മണിയൊക്കെ ആവും ട്ടോ. അപ്പം അത് കഴിഞ്ഞാൽ പഠിക്കാൻ ഇരുന്നിട്ട് 6:30ക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അപ്പം അതിന് മുമ്പ് തന്നെ ഞാനൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിൽ ഞാൻ സാധാരണ ചെയ്യാൻ നോട്ട് ചെയ്ത് തീർക്കാണ് ട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 8:30ക്കാണ് ഓൺലൈൻ ക്ലാസ് തീരുക. അപ്പോൾ ബാക്കിയുള്ള ടൈമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ ഒരു 9:30 വരെയൊക്കെ ഇരുന്ന് ബാക്കിയുള്ളത് പഠിക്കും ട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റഡി സെക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഹവേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 1 ഹവർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെയാണ് ട്ടോ ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ എനിക്ക് മാത്സ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തത് തന്നെയാണ് ട്ടോ. അപ്പം ഞാനത് ചെയ്യാണ്. അപ്പം എനിക്കിന്ന് ക്ലാസ്സിലോട്ട് നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊന്നും എടുത്തൊന്നുമില്ല ട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബാക്ക് ടു സ്കൂൾ ഫസ്റ്റ് ഡേ എൻ്റെ ഒരു റുട്ടീൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. റുട്ടീൻ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വഴി ഇതുപോലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഇത് നോട്ട് ടേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ നമ്മൾ വീട്ടിൽ എഴുതുന്ന ബുക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ട്ടോ ഞാനിതുപോലെ വരയ്ക്കുക. അല്ലാണ്ട് സ്കൂളത്തെ ബുക്കിലൊക്കെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടീച്ചറേയും ചീത്ത കേൾക്കും ട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കി പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ സ്കൂൾ തുറക്കാത്ത കാരണം ഇതിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചിരുന്നാലും ഞാൻ സ്കൂളും കൂടി തുറന്നിട്ട് രണ്ടെണ്ണത്തിലും വരുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഹെഡിങ്സ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ വീണ്ടും ഇത് പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്കതൊരു ടോപ്പിക്കായിട്ട് തരികയാണെങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടി ഷോർട്ടാക്കി എഴുതുന്നത് തന്നെയാണ് കുറച്ചും കൂടി കളർഫുൾ അട്രാക്റ്റീവ് ആയിട്ട് എഴുതുന്നത് തന്നെയാണ് നമ്മൾ നോട്ട് ടേക്കിംഗ് എന്ന് പറയുക ട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ടൈം ഉണ്ടല്ലോ അതല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈം അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ പേജ് എടുത്തു. അപ്പം ക്ലാസ്സിൽ എടുക്കാത്ത കാരണം നമ്മളിപ്പോൾ ഇനി ക്ലാസ്സിലോട്ട് പോണ ടൈമിൽ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് ഇത് പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്ടോ. അപ്പം ഞാനിതുപോലെ കുറേ മിഠായിയും സാധനങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതെന്താ ഞാനിങ്ങനെ വരച്ചതെന്നൊന്നും ചോദിക്കരുത്. ഞാൻ പെട്ടെന്ന് വെറുതെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് കളർ കൊടുത്തു. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പേസ്റ്റ് ഹൈലൈറ്റേഴ്സ് ആണ് ട്ടോ. ഇതിന് 60 രൂപയുള്ളൂ. ഞാൻ വാങ്ങിച്ചത് സ്മാർട്ട് ബസാറിൽ നിന്നാണ്. അപ്പം ഇതുപോലെ ബബിൾ ചെയ്യാന്ന് പറയും. നമ്മളിതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്സിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യണത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6:30 ആയ ടൈമിൽ ഞാൻ ക്ലാസ്സിനായിട്ട് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.